ആദ്യമേ ഞാനിപ്പോ വളരെ കുറച്ചു മുമ്പാണ് ഈ വാർത്ത അറിയുന്നതിൽ വളരെ വിഷമം തോന്നിയ കുഞ്ഞിന്റെ കാര്യം. അവരുടെ സങ്കടത്തിൽ പങ്കുചേരുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. അപ്പൊ അതില് ഞാൻ ആ വാർത്തയിൽ കണ്ട ഫോട്ടോ ക്രേറ്റിൻ്റെതാണ്. കോമൺ ക്രേറ്റ് എന്ന് പറയുന്ന വെള്ളിക്കെട്ടൻ ശംഖുവരയൻ എന്ന് പറയുന്ന പാമ്പിന്റെ ഫോട്ടോയാണ് കണ്ടത്. അത് തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കാരണം ക്രേറ്റിന്റെ ബൈറ്റിലാണ് കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. രാത്രി നൊക്ടേണൽ ആണ് ഇത്. പകൽ സമയത്ത് ആക്റ്റീവ് ആയിരിക്കൂല ഈ പാമ്പ്. ഇത് രാത്രിയാണ് കൂടുതലും പുറത്തിറങ്ങുന്നത്. അപ്പോ ഇപ്പൊ ഭയങ്കര ചൂടുള്ള സമയമാണ്. നമുക്ക് മനുഷ്യർക്ക് പോലും സഹിക്കാൻ പറ്റാത്തത്രയും ചൂടാണ്. അപ്പോൾ ഇഴജന്തുക്കളെല്ലാം അതിന്റെ മാളങ്ങളിൽ നിന്നൊക്കെ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പൊ അവർക്ക് കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്. അപ്പൊ അവർക്ക് എന്തുവാണ് തണുത്ത പ്രദേശങ്ങളിൽ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ആവശ്യം. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ വീടുകളിൽ ഉള്ളിലേക്ക് കയറി വരാനുള്ള സാധ്യത കൂടുതലായി കാണുന്നത്. ഇത് തലേണയുടെ അടിയിൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് അത്രയും തണുപ്പുള്ള ഒരു സ്ഥലത്ത് അത് കയറി ഇരുന്നതാവാം. ഇവരുടെ വീടിന്റെ ടെക്സ്ചർ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ. തറയിലാണെന്ന് പറഞ്ഞു കുഞ്ഞ് കിടന്നത്. അപ്പോ ക്രേറ്റ് കടിച്ചാലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നതും ഇത് കടിച്ചു കഴിഞ്ഞാൽ വേദന അറിയൂല എന്നുള്ളതാ. നമുക്ക് അതിന്റെ വളരെ കുഞ്ഞു പല്ലുള്ള പാമ്പാണ്. നമുക്ക് കടിച്ചു കഴിഞ്ഞാൽ ഒരു ബൈറ്റ് മാർക്ക് തന്നെ നമ്മൾ അത്രയും ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ കാണാൻ ഒരു ഉറുമ്പ് കടിക്കുന്നത് പോലുള്ള ഒരു തോന്നൽ മാത്രമേ. അതെ അതെ, നമ്മൾ ഉറക്കത്തിലൊക്കെ ആണെങ്കിൽ ബൈറ്റിന്റെ വേദന നമ്മൾ അറിയൂല, അത്ര പോലും നമ്മൾ അറിയൂല. പിന്നെ അതിന്റെ ബൈറ്റ് മാർക്ക് കുറവാണ്. പിന്നെ വേദന ഉണ്ടാവില്ല, നീര് വയ്ക്കില്ല, അങ്ങനെയുള്ള ഒന്നും തന്നെ നമുക്ക് അറിയാം. മറ്റേ അണലിയോ മൂർഖനോ ഒക്കെ ആണെങ്കിൽ ആ ഭാഗം ഭയങ്കരമായിട്ട് വേദന ഉണ്ടാവും, നീര് വയ്ക്കും, കളർ ചേഞ്ച് ഉണ്ടാവും, നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്. പക്ഷേ ഇതൊന്നും അറിയാനും കഴിയില്ല. ഒരു 4 മുതൽ 8 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഹൈലി ടോക്സിക് ആണ്. പാരാലിസിസ് പോലെ വരുന്നു, റെസ്പിറേഷൻ ശ്വാസതടസ്സം ഒക്കെ ഉണ്ടായിട്ടാണ് മരണം സംഭവിക്കുന്നത്. ന്യൂറോടോക്സിക് ആണ് വെനം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ വളരെ വിഷമം തോന്നി. അതായത് പാമ്പ് നമ്മൾ ഒരുപാട് അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂളും കോളേജും TV വഴിയും ചാനൽ വഴിയും എല്ലാം പറയുന്നുണ്ട് പാമ്പുകൾ പുറത്താണ്. അപ്പോൾ അത്രയും ശ്രദ്ധിക്കണം എന്നുള്ളത്. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ആയാലും ബെഡ്ഷീറ്റോ തലേണോ ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം ഒന്ന് നോക്കി കുടഞ്ഞിട്ടൊക്കെ കിടക്കണം. അടുക്കളയില്, ബാത്റൂമില്, ഈവൻ ക്ലോസറ്റിനുള്ളിൽ നിന്ന് പോലും നമുക്ക് പാമ്പുകൾ നമ്മൾ അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ റോഷ്നിക്ക്. അതായത് ചെരുപ്പിനകത്ത് നിന്നും, ഷൂവിനുള്ളിൽ നിന്നും, അതുപോലെ ഈ തലേണയ്ക്കകത്ത് നിന്നും, ക്ലോസറ്റിനുള്ളിൽ നിന്നും, അതുപോലെ ചെറിയ പാത്രങ്ങൾക്കകത്ത് നിന്നും. അതുകൊണ്ട് പൊതുജനം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് എവിടങ്ങളിലാണ്? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലാണല്ലോ ഇത്തരത്തിൽ പാമ്പുകളെയൊക്കെ തന്നെ കണ്ടെത്തുന്നത്. അതെ അതെ, നനവുള്ള പ്രദേശങ്ങൾ. അതായത് ഇപ്പൊ ടൈലൊക്കെ ആണെങ്കിൽ ടൈലിൽ കൂടെ എഴയാൻ പറ്റൂല എന്ന് പറയുന്നത് വെറുതെയാണ്. ടൈലിൽ കൂടി എഴയാൻ പറ്റും, പക്ഷെ മറ്റതുപോലെ കുറച്ച് അത്ര സ്പീഡ് ഉണ്ടാവൂല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എവിടെയൊക്കെയാണോ ഒരു തണുപ്പ് കിട്ടുന്ന സ്ഥലങ്ങൾ, ആ ഭാഗങ്ങളിലെല്ലാം ഇത് കയറിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ നമുക്ക് കിട്ടുന്ന റെസ്ക്യൂ എല്ലാം അങ്ങനെയാ, വീടിനുള്ളിൽ നിന്നാണ് കൂടുതലും കിട്ടുന്നത്. അപ്പോ ജനലുകൾ, വാതിലുകളൊക്കെ ഒന്ന് അടച്ചിടാൻ ശ്രദ്ധിക്കണം. ചെറിയ നമ്മുടെ ഈ ബാത്റൂമിന്റെ പൈപ്പ്, വെള്ളം പോകുന്ന പൈപ്പുകളൊക്കെ പുറത്ത് നമ്മുടെ പുരയിടത്തിലൊക്കെ ആയിരിക്കും ഇതിന്റെ നെക്സ്റ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെയുള്ള പൈപ്പിനുള്ളിൽ കൂടെ കയറി അകത്ത് കയറി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ബാത്റൂമിൽ നിന്ന് വെള്ളം പോകുന്ന പൈപ്പിന്റെ ഹോളില് ചെറിയ നെറ്റ് പോലെയുള്ള അത് വാങ്ങിയിടാൻ ശ്രദ്ധിക്കണം, വാഷർ വല്ലതും. പിന്നെ പുറത്ത് പൈപ്പ് നെക്സ്റ്റ് ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ വെള്ളം മാത്രം പോകാൻ കണക്കായിട്ടുള്ള ചെറിയ നെറ്റ് വാങ്ങി ക്ലോസ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അടുക്കളയിലും അതുപോലെയാണ്. അടുക്കളയിൽ നിന്ന് വെള്ളം പോകുന്നത്, വാഷിംഗ് മെഷീനൊക്കെ പലതും വീടുകളിൽ പുറത്തായിരിക്കും വച്ചേക്കുന്നത്, അകത്ത് വീട്ടിനുള്ളിലായിരിക്കൂല. അപ്പൊ ഈ വാഷിംഗ് മെഷീനകത്ത്, ഫ്രിഡ്ജിനകത്തുനിന്ന് വരെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തില് പകൽ സമയത്ത് ഡോറ് ക്ലോസ് ചെയ്തിടാൻ ശ്രദ്ധിക്കണം. ഡോറിന്റെ അടിവഴിയും ചെറിയ ഹോളൊക്കെ ആണെങ്കിൽ കയറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും കുറച്ച് നാളത്തേക്ക് നമ്മൾ അത്രയും അവെയർ ആയിരുന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഇതെല്ലാം ഒന്ന് കിടക്കുന്നതിന് മുമ്പൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെല്ലാം അവധിയൊക്കെയാണ്, വീടുകളിലാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നതായിരിക്കും. അപ്പൊ അത്രയും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത്. ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും സർപ്പാപ്പടക്കമുണ്ട്. എന്നിരുന്നാൽ പോലും ജനങ്ങൾക്ക് പലർക്കും അതിനെക്കുറിച്ചുള്ള ഒരു അവബോധമില്ല. എങ്ങനെ ഇപ്പോൾ ഒരു പാമ്പിനെ നമ്മൾ കാണുകയാണെങ്കിൽ ഒരു പരമ്പരാഗതമായ ചിന്താഗതി എന്ന് പറയുമ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് തല്ലിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാമ്പിനെ കണ്ടാൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? അതിനെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് വനംവകുപ്പിനെ ബന്ധപ്പെടാനായി സാധിക്കുന്നത്? ഇതിപ്പോ നമ്മൾ കാണാഞ്ഞിട്ടാണ് സംഭവിച്ച കാര്യമാണ്. നമ്മൾ നമ്മുടെ കണ്ണിൽ കാണുവാണെങ്കിൽ ജസ്റ്റ് ഇത് ഒന്ന് ഭയപ്പെടാതെ ഒന്ന് ജാഗ്രതയോടുകൂടി ഇത് എവിടെയാണ് കയറിയിരിക്കുന്നത് എന്ന് ഒന്ന് അതിന്റെ പുറകെ പോയി നോക്കിയാൽ മതി. ഇത് നമ്മളെ തിരിഞ്ഞ് നമ്മളെ ഉപദ്രവിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഇത് പോയി രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ വീടിനടുത്തൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എത്രയും വേഗം ഇതിനൊന്ന് നോക്കുക, ഒന്ന് നിരീക്ഷിക്കുക, ഇതെവിടെയാണ് പെട്ടെന്ന് കയറി ഇരിക്കുന്നതെന്നുള്ളത് ഒന്ന് നിരീക്ഷിക്കണം. നിരീക്ഷിച്ചു കഴിഞ്ഞിട്ട് ഉടൻ തന്നെ നമ്മുടെ ഗൂഗിളിലെടുത്ത് ഇപ്പോൾ റോഷ്നി, എൻ്റെ പേര് റോഷ്നി എന്ന് കൊടുത്താൽ തന്നെ എൻ്റെ നമ്പർ കിട്ടും. അതുപോലെ നമ്മുടെ സർപ്പയുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഏകദേശം 4000-ഓളം ലൈസൻസ്ഡ് റെസ്ക്യൂവേഴ്സ് ഉണ്ട്. എല്ലാവരുടെ വീടിനടുത്തും ഏകദേശം വളരെ അടുത്തായിട്ട് റെസ്ക്യൂവേഴ്സ് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ആൾ വന്ന് അവരുടെ ഫോൺ നമ്പർ എല്ലാം അതിലുണ്ടാവും. സർപ്പയുടെ ആപ്ലിക്കേഷനിലുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഗൂഗിളിൽ വനംവകുപ്പ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഫോറസ്റ്റിന്റെ കൺട്രോൾ റൂം, ഡിവിഷൻ ഓഫീസ്, ഓരോ റേഞ്ച് ഓഫീസുകളുടെ സർപ്പ എന്ന് കൊടുത്താൽ കിട്ടും. അല്ലെങ്കിൽ സ്നേക്ക് റെസ്ക്യൂവർ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ, എൻ്റെ പേരാണെങ്കിൽ എൻ്റെ പേര് കൊടുത്താൽ കിട്ടും. അപ്പൊ ഇങ്ങനെ ഏത് സെർച്ച് ചെയ്താലും നമുക്ക് ഉറപ്പായിട്ടും ഒരു നിയറസ്റ്റ് ആയിട്ടുള്ളൊരു റേഞ്ച് ഓഫീസിന്റെ നമ്പറെങ്കിലും ഉറപ്പായിട്ട് കിട്ടും. ആ നമ്പർ എടുത്ത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടുത്തുള്ള റെസ്ക്യൂവർ വന്ന് നമുക്കതിനെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് മാറ്റി തരും. കേരളത്തിലിപ്പോൾ മിക്ക ഇടങ്ങളിലും കാണുന്ന ഒന്ന് പാമ്പ് തന്നെയാണ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ നമുക്ക് പലയിടത്തും ഇതിനെ കാണാനായി സാധിക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാൻ, പാമ്പിനെ അകറ്റി നിർത്താനായി ശ്രദ്ധിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി ഇടുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പാമ്പുകളെ ഒഴിവാക്കാൻ കഴിയുന്നത്. കാരണം എലി പോലെയുള്ള ജീവികൾ കയറി വരുമ്പോൾ അതിന്റെ പുറകെ ഫുഡിന് വേണ്ടി ഇത് കയറി വരുന്നതാണ് ഒരു രീതിയിൽ നമ്മുടെ മുന്നിൽ വന്ന് പെടുന്നത്. പിന്നെ രണ്ടാമത്തെ രീതി അറിയാലോ, ഇപ്പോൾ ചൂടിന്റെ പ്രശ്നം അറിയാലോ, ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ ചൂട് അവർക്ക് സഹിക്കാൻ പറ്റുന്നതിലും വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കല്ലുകെട്ടിനിടയിലും മാളങ്ങളിലും ഒക്കെ ജീവിക്കുന്നവരാണ്, എലിയുടെ മാളങ്ങളിലും ജീവിക്കുന്നവരാണ് പാമ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ കല്ലുകെട്ടിനകത്തൊക്കെ ഈ ചൂട് സമയത്ത് അതിന് ഇരിക്കാൻ പറ്റൂല. ഭയങ്കരമായിട്ട് കരിങ്കല്ലൊക്കെ വീണ്ടും ചൂടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്തിരിക്കാൻ പറ്റൂല. അപ്പൊ ഇതെല്ലാവരും പുറത്തിറങ്ങി വരുന്നുണ്ട്. പുറത്തിറങ്ങി ഇതുപോലെ വീടിന്റെ സൈഡിൽ അതുപോലെയുള്ള നമ്മളെ വീടിന് ഷൂ ഒക്കെ ആണെങ്കിൽ തണുപ്പുള്ള സ്ഥലമാണ്. ഷൂവിനകത്തും വിറകൊക്കെ അടുക്കി വെച്ചേക്കുന്നതിനടുത്ത്, പിന്നെ ഈ ചെടികളിൽ ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഉള്ളവർ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. കാരണം ചെടിച്ചട്ടികളുടെ ഇടയിൽ നിന്ന് ഒരുപാട് റെസ്ക്യൂ വരുന്നുണ്ട്. ചെടിച്ചട്ടികളുടെ ഇടയിൽ എപ്പോഴും നനവുള്ളത് കൊണ്ട് ആ ഭാഗത്ത് വരാൻ സാധ്യതയുണ്ട്. ക്രീപ്പേഴ്സ്, ക്ലൈംബേഴ്സ് തുടങ്ങി നമ്മുടെ ബൊഗൈൻവില്ല പോലെയുള്ള ചെടികൾ വീടിനോട് ചേർന്ന് വീട്ടിലേക്ക് വളർത്തുന്ന ഇപ്പോൾ ഒരുപാട് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇപ്പോൾ വീട്ടിൽ തന്നെ വളർത്തുന്നുണ്ട്. അപ്പൊ അതുവഴിയൊക്കെ കയറി വരാനും സാധ്യതയാണ്. അതിലൊക്കെ ഇരിക്കാനും തണലുള്ള സ്ഥലങ്ങളിൽ അത് ഇതിനിടയിൽ ഇരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പൊ ഇതുവഴി എല്ലാം വീടിനകത്തേക്ക് കയറി വന്നാൽ അവർ സേഫ് ആണെന്ന് തോന്നുന്ന സ്ഥലത്ത് അവരിയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അറിയാതെ തൊടുകയോ പിടിക്കുകയോ എന്തെങ്കിലും എടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആണ് ഇതിന് നമുക്ക് ബൈറ്റ് ഉണ്ടാവാൻ സാധ്യത കൂടുതലായി ഉണ്ടാകുന്നത്. ശരി, ഇനി ഒരു സംശയം കൂടി, അതായത് പാമ്പ് കടി ഏറ്റു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പ്രാഥമികമായി നൽകേണ്ടതും പിന്നീട് ആശുപത്രിയിൽ എത്തുമ്പോൾ ഒന്നും ചെയ്യരുത്. നമുക്കൊരു ബൈറ്റ് ഉണ്ടായി എന്ന് തോന്നി. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുഞ്ഞിന്റെ കാര്യം അറിഞ്ഞിട്ടില്ല. കാരണം ക്രേറ്റ് കടിച്ചാൽ നമ്മൾ അറിയൂല. അതങ്ങനെയാണ്. ക്രേറ്റ് നമ്മൾ ലൈവായിട്ട് കാണുവാണെങ്കിൽ മാത്രമേ നമ്മളത് പെട്ടെന്ന് ഇങ്ങനെ ക്രേറ്റിന്റെ ബൈറ്റ് ഉണ്ടായി നമുക്ക് അറിയാൻ പറ്റൂ. കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റൂല. അതുകൊണ്ട് ആ കുഞ്ഞിന് ഇത്രയും പ്രശ്നം ഉണ്ടായത്. അല്ലാതെ നമ്മൾ അറിയൂല. അപ്പൊ മൂർഖനൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഉറപ്പായിട്ടും ബൈറ്റ് ഉണ്ടായത് നമുക്ക് അറിയാൻ പറ്റും. അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവും ആൾക്ക്. പക്ഷേ ക്രേറ്റിന്റെ ബൈറ്റ് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പണ്ട് കാലങ്ങളിൽ പറയുന്നത് പോലെ ഈ പാമ്പ് കടി ഏറ്റാൽ ആ ഭാഗത്ത് തുണി വെച്ച് കെട്ടുക, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പലരും ഇപ്പോഴും ഇല്ല. അത് നമുക്ക് ശരിക്കും പറഞ്ഞാല് പ്രാഥമിക ശുശ്രൂഷ ഇല്ലാന്ന് വേണം പറയാനായിട്ട്. ആളെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുക, അധികം പ്രഷർ കൊടുക്കരുത്, പേടിപ്പിക്കരുത്, ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുക. എത്രയും വേഗം ആന്റിവെനം കിട്ടുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കുക. അത് മാത്രമേ ചെയ്യാവൂ. ദയവ് ചെയ്ത് പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ചികിത്സാ രീതികൾ ആരും പരീക്ഷിക്കരുത്. നമ്മുടെ ജീവന്റെ കാര്യമാണ്. എത്രയും പെട്ടെന്ന് ഏറ്റവും തൊട്ടടുത്തുള്ള നമുക്ക് അത്യാവശ്യം ഹോസ്പിറ്റൽസിലൊക്കെ ഇപ്പോൾ ആന്റിവെനം ലഭ്യമാണ്. അതുകൊണ്ട് ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് കൊണ്ടുപോവുക. ശരി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.